ഹായ് എവരിവൺ, എന്റെ കയ്യിൽ നല്ല ചൂട് ചോറും ചൂടുള്ള മീൻകറി ഉണ്ട്. നല്ല തൃശ്ശൂർ സ്റ്റൈലിൽ അടിപൊളിയായിട്ട് നാളികേരപ്പാലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുള്ള നല്ല മീൻകറി. അടിപൊളി ടേസ്റ്റ് ആട്ടോ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പോവാം. നല്ല മഴയും നല്ല മീൻകറി കൂട്ടി ചോറും അടിപൊളി. അപ്പൊ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടാ. ഇനി നമ്മൾ എടുത്തേക്കണത് സിൽവർ ആവോലിയാണ് കേട്ടാ. 1 കിലോനുണ്ട്. ഇതിനെ ഇവിടെ സിൽവർ ആവോലി എന്നാ പറയാട്ടാ. എല്ലാവരും എന്താ പറയാന്ന് എനിക്കറിയില്ല. പിന്നെ ഞാനൊരു മുറി നാളികേരം ചിരകി എടുത്തിട്ട് അത് മിക്സിയിലിട്ട് ഒന്ന് അരച്ചു കൊടുത്തിട്ട് അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്തു കേട്ടോ. ആദ്യം തന്നെ ഞാൻ 1-ാം പാല് പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. അതിപ്പോൾ ഒരു 1/2 ഗ്ലാസോളം ഉണ്ടാവും. പിന്നെ ഞാനത് പിഴിഞ്ഞെടുത്ത ചണ്ടിയിൽ വീണ്ടും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്നുകൂടി അരച്ചിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ഇത് 2-ാം പാല്. അതൊരു 1-1.5 ഗ്ലാസ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് വേണ്ട ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തു കേട്ടോ. പിന്നെ ഒരു 10-11 ചുവന്നുള്ളിയും കൂടിയും ഇട്ട് ചതച്ച് കൊടുത്ത് എടുത്തു കേട്ടോ. നല്ലപോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ച് കൊടുത്താൽ മതി, ചതച്ചൊതുക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ നല്ല മണം കറിയിലുണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ മീൻ കറി വെക്കുന്ന ചട്ടി ഉണ്ടല്ലോ, ആ ചട്ടി എടുത്തിട്ട് അതിൽ 2 പച്ചമുളക് കീറിയിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചതച്ചിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നീട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. നമുക്ക് ഈ മസാലപ്പൊടികളൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. നമ്മുടെ എരിവും ഉപ്പൊക്കെ എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ആക്കി കൊടുക്കണേ ഇത്. പിന്നെ ഇതിൽ ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇത് കൈ കൊണ്ട് നല്ലപോലെ തിരുമ്പി പിടിപ്പിച്ചു. ഉള്ളിയൊക്കെ അങ്ങനെ നന്നായി ഒന്ന് ഞരടി കൊടുത്തിട്ട്, പച്ചമുളകൊക്കെ ഒന്ന് ഞരടി കൊടുത്തിട്ട് തേച്ച് പിടിപ്പിക്കണേ. അപ്പോൾ ഇതിൻ്റെ നല്ല സ്മെല്ല്, വെളിച്ചെണ്ണയുടെയും ഉള്ളിയുടെയും ഒക്കെ നല്ല സ്മെല്ല് വരും. പിന്നെ ഞാനൊരു നാരങ്ങ വലിപ്പത്തിൽ പുളി, വാളംപുളിയാണേ, ഇവിടെ വാളംപുളിയാണ് എല്ലാവർക്കും ഇഷ്ടം, അത് എടുത്തിട്ടുണ്ട്. അത് പിഴിഞ്ഞത് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിനോടൊപ്പം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2-ാം പാലുണ്ടല്ലോ, അതും ഒഴിച്ചു കൊടുത്തു. എന്നിട്ടത് നല്ലപോലെ തിളപ്പിക്കുക. സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ച് ചാറ് കുറുകി വരുമ്പോൾ അപ്പം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ കുറച്ച് എരിവും പുളിയൊക്കെ മുന്നിട്ട് നിൽക്കണം കേട്ടോ. എന്നാലാണ് പിന്നെ നമ്മൾ മീനിട്ട് വരുമ്പോൾ അത് കറക്റ്റ് പാകാവുള്ളൂ. ഈ സമയത്ത് നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ചട്ടി ചുറ്റിച്ച് കൊടുക്കുക. നമ്മൾ മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ കയ്യിലിട്ട് അധികം ഇളക്കി കൂട്ടരുത് കേട്ടോ. പിന്നെ അത് വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 1-ാം പാലുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് തള വരുമ്പോൾ അത് ഇറക്കി വാങ്ങി വെക്കാം കേട്ടോ. ഈ സമയത്തിന് ഉപ്പ് കുറവുണ്ടോ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്ക് മീൻകറി വറവിടാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, നല്ല വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ. അതിൽ പിന്നെ ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് മൂപ്പിച്ച് കൊടുക്കുക. ആ ഉള്ളി നല്ലപോലെ മൂത്ത് വരുമ്പോൾ, നല്ല ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ വറവിടലിൻ്റെ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 ടേബിൾ സ്പൂണ് മുളക് പൊടി കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം മൊരിയിപ്പിക്കുക. നല്ല മൊരിയിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്കത് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു മണമായിരിക്കും കേട്ടോ. ഈ വറവിടലാണ് കേട്ടോ ഈ മീൻകറിയുടെ സീക്രട്ട്. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മണം പുറത്തു പോകാതെ കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.